ഈ ഞായറാഴ്ച ഞാനും ജസ്റ്റിനും ജേഡുക്കുട്ടനും കൂടെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടൊരു യാത്ര പോയി കേട്ടോ. എങ്ങോട്ടാണെന്ന് പോകുന്ന വഴിക്ക് പറയാം. ശരിക്കും ഞാനും ജസ്റ്റിയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ജസ്റ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, ഞാനിങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരുമാതിരി റേഡിയോ പോലെ. കാരണം ജസ്റ്റി അധികം സംസാരിക്കാറില്ലെന്നേ. ജസ്റ്റിക്ക് പിന്നെ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടം കേട്ടോ. അല്ലെ പിന്നെ എന്നെയൊക്കെ എങ്ങനെ സഹിക്കാനല്ലേ. ഇത് ഏതാ ടണലെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് GCCയിൽ എത്രാമത്തെ നമ്പർ പൊസിഷനുണ്ട് ഈ ടണലിന് കേട്ടോ. UAE ഇതൊരു ഇച്ചിരി വലിയൊരു ടണലാണ്. നമ്മൾ പോകുന്നത് യാസ് ഐലൻഡിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ റീം ഐലൻഡ് കാണാം, സാദിയാത്ത് ഐലൻഡ് കാണാം, വേറെ കുറേ ഐലൻഡ് കാണാം. ബാക്കിയുള്ളതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് യാസ് ഐലൻഡിലാണ്. എനിക്കൊന്ന് 7ാമത്തെങ്ങാണ്ട് ഐലൻഡാണെന്ന് തോന്നുന്നു യാസ് ഐലൻഡ്. ഇപ്പോൾ വേറെ കുറേ ഐലൻഡ്സും കൂടെ വരുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് പോയതാണ് കേട്ടോ യാസ് ഐലൻഡിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴിക്ക് നമ്മൾ ഞെട്ടിപ്പോയി. എന്ത് പെട്ടെന്നറിയോ ഓരോ ബിൽഡിങ്സൊക്കെ അവിടെ വരുന്നത്. നേരത്തെ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന കണ്ടൽക്കാടുകളായിട്ട് കിടക്കുന്നതായിരുന്നു. നല്ല ഭംഗി അവിടെ കാണാനൊക്കെ, നമുക്ക് പോകുന്ന റൂട്ടൊക്കെ. ഇപ്പോഴാണെങ്കിൽ അവിടെ മൊത്തം കുറേ വില്ല പ്രോപ്പർട്ടീസും അതല്ലാതെ കുറേ പ്രോജക്ട്സും ഒക്കെ. എന്ത് പെട്ടെന്നല്ലേ. നമ്മൾ ഇടയ്ക്കൊക്കെ വന്നില്ലേണ്ടല്ലോ ഈ സ്ഥലമൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. നമ്മൾ പോകുന്നത് ഐക്യയിലേക്കാണ്. കഴിഞ്ഞ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈക്കിയ എന്ന് പറഞ്ഞതിന് എന്നെ കുറേ പേരെടുത്തിട്ട് അങ്ങ് ട്രോളി. പെണ്ണും പിള്ളേ നിങ്ങൾക്ക് പറയാനറിയാൻ മേലെ പറയാൻ പോகிறது ഈക്കിയല്ല, അത് ഐക്കിയാന്ന്. ഞാൻ അവരോട് പറഞ്ഞു ശരിക്കും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കി. അതിന് ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷനും അമേരിക്കൻ പ്രൊണൗൺസിയേഷനും രണ്ടാണല്ലോ. കുറേ ആൾക്കാർ ഐക്കിയ എന്ന് പറയും, കുറേ ആൾക്കാർ ഈക്കിയ എന്ന് പറയും. ഏത് വേണേലും പറയാം. എനിവേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐക്കിയ എന്നാണ് പറയുന്നത് കേട്ടോ, അല്ല ഈക്കിയ എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ ഈക്കിയ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ ഈക്കിയ എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത്. എനിവേ ഇതൊന്നും അല്ല നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ എന്തിനാണ് ഐക്കിയ പോകുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ പോകുന്നത് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിയിലുള്ള ഈക്കിയ എന്ന് എൻ്റെ ഇടയ്ക്ക് എൻ്റെ വായി വരുന്നുണ്ട് കേട്ടോ. സിറ്റിയിലുള്ള ഐക്കിയ എന്ന് പറഞ്ഞാൽ അധികം ഫുഡ് ഓപ്ഷൻസ് ഇല്ല. പക്ഷേ യാസ് ഐലൻഡിൽ ഭയങ്കരമായ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയാൽ പോകുന്ന വഴിക്ക് ഫ്ലൈറ്റ് കണ്ടപ്പോൾ ഞാനത് പിടിച്ചേക്കാൻ നടത്തു. നമുക്കാണോ നടത്തില്ല, എനിക്ക് എവിടെ പോയാലും എന്തോരം ഫ്ലൈറ്റ് കയറിയിട്ടുള്ളതാണേലും ഫ്ലൈറ്റ് കാണുമ്പോൾ ഒന്ന് തലകുത്തി നോക്കിയില്ലേ ഒരു സമാധാനക്കേടാന്നേ. അങ്ങനെ അവിടെ ചെന്ന് കേട്ടോ. നമ്മൾ ഐക്യ ഫൈനലി ചെന്നപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പാർക്കിംഗ് ഒക്കെ കിട്ടി. വീൽ ചെയർ പാർക്കിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു ഫാമിലി പാർക്കിംഗ്. ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു വീൽ ചെയറിന് തൊട്ടടുത്ത സാധനമാണ് ഫാമിലിക്കുള്ളത്. കാരണം അവർക്കറിയാം നല്ലൊരു ഫാമിലി ലൈഫിൽ ആരെങ്കിലും ഒരാൾ വികലാംഗനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഫാമിലി വീൽ ചെയറിനടുത്ത് കൊണ്ട് വെച്ചേക്കുന്നത് അല്ലേ. ജസ്റ്റ് ഒരു ജോക്ക് അടിച്ചാൽ കേട്ടോ. അങ്ങനെ ഐക്യയിൽ ചെന്നപ്പോഴത്തേനും ജഡുക്കുട്ടൻ ചാടി ഐക്യയിൽ കയറി. ജഡുവിനും ഭയങ്കര ഇഷ്ടം ഇതുവഴിയൊക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉദ്ദേശം അതാണല്ലോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാൻ, പോയി ഫുഡ് കഴിക്കാം, പിന്നെ സാധനം വാങ്ങിക്കാം. പിന്നെ ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ടേ പിന്നെ ഒരു ക്ഷീണവും മടിയായിരിക്കും. ഷോപ്പിംഗ് ഇടയ്ക്ക് നിർത്തി പോരേണ്ടി വന്നാലോ. അതുകൊണ്ട് ആദ്യം നമുക്ക് പർച്ചേസിങ് ചെയ്യാമെന്ന്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ വലിയ പർച്ചേസിങ് ഒന്നുമില്ല. പിന്നെ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ പോകുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ എടുക്കാൻ കാണുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ പോകുന്നതിന് മുമ്പാണ് നമ്മൾ ഐക്യയിൽ ഷോപ്പിങ്ങിന് പോകുന്നതെങ്കിലുണ്ടല്ലോ ഒത്തിരി സാധനങ്ങൾ എടുക്കാൻ കാണുമല്ലേ. പ്രത്യേകിച്ച് എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐക്യയിലെ പാത്രങ്ങളൊക്കെ കേട്ടോ. പാത്രങ്ങൾ മാത്രമല്ല കുറേ സാധനങ്ങൾ മമ്മിക്ക് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പോകുമ്പോഴും ഐക്യ കയറി മമ്മിക്ക് കുറേ പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. മമ്മിക്ക് ഇങ്ങനത്തെ കണ്ടകടച്ചാണ്ടി പാത്രങ്ങളോടൊക്കെയാണ് വീക്ക്നെസ്. അത് തന്നെയല്ല ഐക്യയിൽ പോകുമ്പോൾ എനിക്ക് അവരുടെ ഇൻറ്റീരിയർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമല്ലേ. ശരിക്കും നമ്മളുടെ ഒരു വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നും. ഞാൻ ശരിക്കും ഈ ഐക്യയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ അബുദാബിയിലുള്ള ഐക്യയിൽ ഒരാഴ്ച മുമ്പ് പോയതേ ഉള്ളൂ കേട്ടോ. ഒരു കിൻഡൽ കണക്കിന് സാധനം അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നേ, കൈ വീശി പോയിട്ട് വരാനൊന്നും തോന്നത്തില്ല. അവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ഫർണിച്ചറും അവിടുത്തെ എന്താ പറയുക അവരുടെ ഇൻറ്റീരിയറും ഒക്കെ കണ്ടപ്പം ഞാനും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. രസമല്ലേ, നല്ല എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക ഫീലാണ് അവിടെ പോയവർക്കറിയാം. പിന്നെ ഈ വീഡിയോ ഇങ്ങനെ എന്താ പറയണ്ടേ നീട്ടി വലിച്ച് വിസ്തരിച്ച് കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ UAEയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഐക്യ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി സ്വീഡൻ്റെ ആണല്ലോ. സ്വീഡനിലുള്ളവർക്കും അല്ലെ പുറത്തുള്ളവർക്കൊന്നും ഇത് വലിയ പുതുമയൊന്നും ആയിരിക്കില്ല. എനിക്ക് നമ്മുടെ ബാംഗ്ലൂരും ഉണ്ടെന്ന് തോന്നുന്നു ഐക്യ കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടമായി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
അല്ലാത്തവർ സഹൃദയരെ എന്നോട് ക്ഷമിക്കുക, നിങ്ങളിത് കണ്ട് മടുത്തതാണെന്ന് എനിക്കറിയാം. പക്ഷെ നാട്ടിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ജേഡുകൂട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ ഇപ്പോൾ നമ്മൾ ചെന്നേക്കുന്നത് പിള്ളേരുടെ കിഡ്സിൻ്റെ സെക്ഷനിൽ. അവിടെ കുറേ ഡൈനോസർ ഇതുണ്ട്, ജേഡുവിൻ്റെ ഡൈനോസറൊക്കെ ഉണ്ട്. നംനമിൻ്റെ കുഞ്ഞി നംനമിനെയൊക്കെ ഞങ്ങളിവിടെ കണ്ടു. എനിവേ ഡൈനോസറിനോടൊന്നും ഇപ്പോൾ കോളുണ്ടെങ്കിലും പുതിയൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഈ ഏരിയയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തോരം പില്ലോയാന്ന് നോക്കി, പില്ലോയുടെ സെക്ഷൻ കണ്ട്. പില്ലോ മീൻസ് പില്ലോ അല്ല, പില്ലോ കവർ, അത് കുറേ കണ്ടു. അടുത്ത് എനിക്ക് അതിനേക്കാൾ ഇഷ്ടമുള്ള സെക്ഷൻ കംഫോർട്ടറിൻ്റെ സെറ്റും അതിൻ്റെ ബെഡ്ഷീറ്റുകളും ഒക്കെ ആയിട്ട് എന്തോരം ഡിസൈൻസ് ഉണ്ടെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക ബെഡ്ഷീറ്റും പില്ലോ കേസും അല്ലെ കംഫോർട്ടറിൻ്റെ കവറും ഒക്കെ കുറച്ചൊക്കെ ഹോം സെൻറ്ററിൽ നിന്നാണ്, കുറച്ചൊക്കെ ഐക്കിയെന്ന് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കുറേയൊക്കെ നോക്കി, ഒരെണ്ണം എടുത്തു, അധികം ഒന്നും എടുത്തില്ല. കാരണം എൻ്റെ മനസാക്ഷിയോട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി അധികം ഒന്നും വലിച്ചു വാരി എടുക്കണ്ട എന്ന്. ഒരു പരിധിയൊക്കെ ഇല്ലല്ലേ നമ്മൾ കിഴിഞ്ഞ് പറിച്ച് എടുക്കുന്നതിന്. പണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പണ്ട് നമ്മുടെ ഒന്നും കാലത്തില്ല, അതിന് മുമ്പത്തെ കാലങ്ങളിൽ ചന്തക്കൊക്കെ കൊണ്ടുവരുന്ന സഞ്ചി, പാവ കൊണ്ടുള്ള ഏതാ ഏതെങ്കിലും കൊണ്ടടാ ഏതല്ലെങ്കിൽ ഒന്ന് തിരിച്ച് അതെ കൈ പിടിച്ചോ, അത് പിടിച്ച് ഇത് കാര്യം പിടി, ഇങ്ങനല്ലടാ കൂള ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ നടക്കാം. അത് കണ്ടോ, ആ പായ കൊണ്ടുള്ള സഞ്ചികളും അങ്ങനത്തെ ബാഗുമൊക്കെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എന്തോരം ഉണ്ടായിരുന്നതല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളാണ്. അതൊക്കെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നേക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും നോക്കിയില്ല. പിന്നെ കുറേ നേരം ഞാനും ജസ്റ്റിയൊക്കെ അവിടെ സ്വിച്ചും ലൈറ്റും ഒക്കെ കണ്ട് കുറേ സമയം കളഞ്ഞു. ഇനി അടുത്തത് എനിക്ക് ഭ്രാന്തുള്ള അടുത്ത സെക്ഷൻ നമ്മുടെ ഫോട്ടോ ഫ്രെയിം. ശരിക്കും ഞാൻ കുറച്ച് ഫോട്ടോ ഫ്രെയിമും കൂടെ നോക്കാൻ പോയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസും ഇവരുടെ തന്നെ. എന്തോരം ഉണ്ടെന്ന് നോക്കി, എന്തോരം ഡിസൈൻസിൽ, ഏതൊക്കെ ഷേപ്പിൽ, ഏതൊക്കെ സൈസിൽ എന്ന് വേണമെന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. അവിടെ പോയാൽ നമുക്ക് ഒരു ഫോട്ടോ പോലും വെക്കാനില്ലേലും നമ്മൾ ഫ്രെയിം എടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ തലയ്ക്ക് ഭ്രാന്താന്ന് തോന്നുന്നു. അത് ഇതിനാരെങ്കിലും കൈവശം വെച്ചതാണോ എന്നും എനിക്കറിയത്തില്ല. ഞാൻ കുറേയൊക്കെ എടുത്തു. ജസ്റ്റ് ലിറ്റി നിനക്ക് ഭ്രാന്ത്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ തന്നെ കുറേ ഇരിപ്പുണ്ടത്. ഞാൻ ജസ്റ്റ് പറഞ്ഞ് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ എടുക്കാം, അല്ലെ അവിടെ എടുക്കാം, ഇവിടെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എടുത്തു. സാധാരണ ജസ്റ്റ് എന്നോട് നോ പറയുന്നതല്ല ഒരു കാര്യത്തിലും, പക്ഷേ ഇത് വലിച്ച് വാരി എടുക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റിക്ക് തന്നെ തോന്നി തലയ്ക്ക് ഭ്രാന്താന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ഈ ഫോട്ടോ ഫ്രെയിംസിൽ വൈറ്റ് ബോർഡേഴ്സ് വരുന്ന ഫ്രെയിംസ് ഒത്തിരി ഇഷ്ടം. അങ്ങനെയുള്ളവരുണ്ടോ? ബ്ലാക്കിനേക്കാളും നമ്മുടെ വീട്ടിൽ ഒരു എലഗൻറ്റ് ലുക്ക്, അല്ലെങ്കിൽ ഒരു കാം ആൻഡ് ക്വയറ്റ്, ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് തരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ഫ്രെയിം, അല്ലെ വൈറ്റ് തീം വരുന്ന സാധനങ്ങളല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് വൈറ്റ് കളർ വീടിന്, അല്ലാത്തതിനല്ല, വീടിനൊക്കെ വൈറ്റ് കളറാണ് ഇഷ്ടം. ഉണ്ടോ എന്തോരം ഫോട്ടോ ഫ്രെയിമാണ്. എനിക്ക് സത്യം ഞാൻ ഫോട്ടോ ഫ്രെയിമിൻ്റെ ആ സെക്ഷൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കിളി ശരിക്കും പോയി. അത്രയ്ക്ക് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ നമ്മുടെ ക്യാൻഡിൽസിൻ്റെ ഒക്കെ. വാവ്, അവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. ഏതൊക്കെ ഫ്ലേവർ, ഏതൊക്കെ ഫ്രേഗ്രൻറ്റിലുള്ള ക്യാൻഡിൽസ് ഉണ്ടായിരുന്നെന്നറിയോ? അതും കുറച്ചൊക്കെ എടുത്തു. ഇതൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ ഐക്യ തന്നെ പോകണം കേട്ടോ. അത് ഈ ഐക്യയിൽ യാസിൽ തന്നെ പോകണം. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെ കൊതി ഉണ്ടെങ്കിൽ നേരെ അബുദാബിക്ക് പോര്, നമ്മുടെ യാസലിലുള്ള ഐക്യ ചെന്നാൽ മതി. അതും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെന്നത്, എനിക്കതിനേക്കാളും ഭ്രാന്തുള്ള വേറൊരു സെക്ഷൻ, നമ്മളെ പ്ലാന്റ്സിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ. ഓ മൈ ഗോഡ്, എന്നെ പിടിച്ചാൽ പിന്നെ കിട്ടത്തില്ല. അമ്മാതിരി ഭ്രാന്താണ് എനിക്ക് ഈ ഒരു സാധനം. കുറേ അത് ഈ ഫ്ലവേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറിജിനലല്ലേ, ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. പക്ഷെ കണ്ടാൽ നമ്മുടെ ഒറിജിനൽ തോറ്റു പോകുന്ന ടൈപ്പല്ലേ. നോക്കി ഈ വൈറ്റ് റോസസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പ്യൂർ നല്ല ഒറിജിനലാണെന്ന് തോന്നും. അങ്ങനത്തെ ഒത്തിരി ഫ്ലവേഴ്സ് കേട്ടോ, കുറേ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇനി ഫ്ലവർ വെക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒതുക്കി. എന്നാലും ഞാൻ കുറേയൊക്കെ പെറുക്കി. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വലിയ വിലയൊന്നും തോന്നത്തില്ല. ഓരോന്നിൻ്റെ പ്രൈസ് എഴുതിയേക്കുന്നത് കേട്ടോ. 4 ദിറംസും 9 ദിറംസും 8 ദിറംസും ഒക്കെ ഓരോ ഫ്ലവറിൻ്റെ ആണേ. അപ്പോൾ നമ്മൾ ഇച്ചിരി ബഞ്ചായിട്ട് എടുക്കുമ്പോൾ കുറച്ച് പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രൊമോഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പ്രൊമോഷൻസ് ഉണ്ടാക്കി ഇടുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷൻ ഉള്ളപ്പോൾ പോകണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഓർത്ത് എന്തിനാ, ഉണ്ടേലും എടുക്കും ഇല്ലേലും എടുക്കും. ഇനിയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഒറിജിനലാണ്.
അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഞാൻ ഈ എന്താ പറയുക ആന്തൂറി ഓർക്കിഡ് ഒന്നും എടുത്തില്ല, കാരണം അതൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ഞാൻ കൈയിട്ട് വാരി. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്ലാന്റ്സ് മാത്രമല്ല അതിൻ്റെ ബേസും കൂടെ കുറേ എടുത്തു. അതിൻ്റെ കുറേ ചട്ടികൾ എനിക്ക് എടുക്കാറുണ്ട്. ഞാൻ മെയിനായിട്ടും പോയത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെ ഈ സെറാമിക് എന്താ പറയുക ചട്ടികളില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ശരിക്കും കമ്പാരിറ്റീവ്ലി മറ്റേ നമ്മുടെ ലുലുവിലെയും അല്ലെ കാരിഫറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാരിഫറിൽ കുറേ പ്രൈസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ ഇങ്ങനത്തെ കുറേ ചട്ടിയൊക്കെ വാങ്ങിച്ചു, പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു. ഈ മണി പ്ലാന്റ് ഒക്കെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല, കാരണം നമ്മുടെ വീട്ടിൽ ആ മണി പ്ലാന്റൊക്കെ നിൽപ്പുണ്ട്. ആ സെയിം കളർ ലൈറ്റ് കളറുള്ളത് ഉണ്ട് താനും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ നോക്കി ഒരു ട്രോളി നിറച്ച സാധനങ്ങൾ വാങ്ങിച്ചു. കാരണം നോന്ന് പറയാൻ അറിയാൻ മേലാത്തൊരു കെട്ടിയവനും കണ്ട കൈയിട്ട് വരുന്നൊരു കെട്ടിയോളും കൂടെ പോയി എങ്ങനെ ഇരിക്കും എന്ന് ഊഹിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അന്നമാണല്ലോ ഉന്നം, നമ്മുടെ ആപ്തവാക്യം തന്നെ അതാണ്, അന്നമാണ് ഉന്നം എന്ന് പറയുന്നത് പോലെ. അവിടുത്തെ പിന്നെ വേറെ പ്രത്യേകത, നമ്മുടെ ഐക്കിയയിൽ ഫുഡ് കഴിക്കാൻ പോയാൽ നമ്മളവിടെ ചെന്ന് നമ്മളിങ്ങനെ ട്രേ ഒക്കെ എടുത്ത് നമുക്കിങ്ങനെ ട്രോളിയൊക്കെ ഉണ്ട്, ആ ട്രോളിയിൽ ട്രേ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ ബുഫേ അല്ല, പക്ഷേ ബുഫേ എന്ന് പറയാമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ തന്നെ അവിടെ ചെന്ന് നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ എടുത്ത് ഏറ്റവും ലാസ്റ്റാണ് പോയി ബില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ അവിടെ നിന്ന് എടുക്കാം. നമ്മുടെ ജസ്റ്റിക്ക് പിന്നെ എപ്പോഴും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഐക്കിയയിൽ സ്വീഡിഷ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണെങ്കിലും ജസ്റ്റ് ബിരിയാണി എന്ന് കണ്ടപ്പോൾ അതിന് മണ്ട കമന്ന് വീണു. പക്ഷെ നമ്മൾ പിന്നെ ബിരിയാണിയുടെ അത്ര ഫാനൊന്നുമല്ല, നമ്മൾ സാൽമൻ്റെ ഒക്കെ ആളായതുകൊണ്ട് സാൽമനും ജേഡു ഷ്രിംസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ. കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബാർബിക്യൂ ഉണ്ട്, അല്ലാത്തതുണ്ട്, ഫിഷിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതല്ല നമ്മുടെ ഇന്ത്യൻ ഫുഡാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല, ബിരിയാണി ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റിക്കൂടെ പിന്നെ ഇഷ്ടമുള്ളൊരു സാധനം ഈ ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. അങ്ങനെ ജേഡുവിന് ഭയങ്കര ഇഷ്ടം. അവിടെ ചെന്നാൽ ഇതിങ്ങനെ ട്രോളി ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ജേഡു കൂട്ടിന്. അതാണ് പുള്ളിയുടെ മെയിൻ. അതിനകത്തോടെ ഇങ്ങനെ എന്താ പറയുക വിരകി കൈയിട്ട് വരി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് എൻ്റെ പപ്പായും മമ്മിയും ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്ററൊക്കെ വന്നപ്പോൾ നമ്മൾ ഐക്കിയയിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്തു. എവിടെ ആണെങ്കിലും നമ്മൾ തന്നെ വേണമല്ലോ സെർവ് ചെയ്യാനല്ലേ. അത് ഐക്കിയാണെങ്കിലും ശരി, അടുക്കളയാണെങ്കിലും ശരി, പെണ്ണുങ്ങൾ വേണം ഇതൊക്കെ സെർവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഷഭാരത സംസ്കാരമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്ത് ജേഡു കൂടെ എനിക്ക് തോന്നുന്നത് ചിക്കൻ എന്തോ സ്ട്രിപ്സ് അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ് എടുത്തത്. പിന്നെ ജേഡുവിന് ഞാൻ ഷ്രിംസിൻ്റെ ഒരു ഡൈനാമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൗളും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ ആസ് യൂഷ്വൽ എനിക്ക് സാൽമൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സാൽമനും പിന്നെ എന്താ വേറെ അതിൻ്റെ കൂടെ മാഷ് പൊട്ടറ്റോ അങ്ങനെയും കൂടെ എടുത്തത്. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ബിരിയാണിയുടെ ഫാനാണ്, അതുകൊണ്ട് ജസ്റ്റ് ബിരിയാണി തന്നെ കണ്ടപ്പോൾ അതിൻ്റെ മണ്ടേ കമന്ന് വീണു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എൻ്റെ അതിനകത്ത് കുറച്ച് വെജീസും കുറച്ച് എന്താ പറയുക അതിൻ്റെ ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബിരിയാണി. പിന്നെ ഇവിടുത്തെ ആകെ റീഫിൽ ചെയ്യാൻ പറ്റിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ കോക്ക് പെപ്സി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ള ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് റീഫിൽ ചെയ്യാം, അൺലിമിറ്റഡാണ്. എന്തേരം വേണമെങ്കിലും വയറ് നിറച്ച് വാങ്ങിച്ചു കുടിക്കാം. പക്ഷേ കുടിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷേ കഴിക്കുന്നൊന്നും അൺലിമിറ്റഡ് അല്ല, നമുക്ക് റീഫിൽ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജേഡുകൂട്ടൻ തന്നെ ആ പ്ലേറ്റ്സൊക്കെ തിരിച്ചുകൊണ്ട് എന്താ പറയണ്ടേ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടു കേട്ടോ. കാരണം പിള്ളേർ ഇതെല്ലാം ചെയ്ത് പഠിക്കണ്ടേ. ശരിക്കും കുറേ ആൾക്കാർ അതവിടെ വെച്ചിട്ട് പോകുന്നവരുണ്ട്, അവിടെ സ്റ്റാഫുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ അല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വെച്ചിട്ടൊന്നും പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ ജേഡുക്കുട്ടനെ ഈ മര്യാദകളൊക്കെ പഠിപ്പിക്കണ്ടേ, ഇതെങ്ങനെ ചെയ്യണ്ടേ, എങ്ങനെയൊക്കെ ഇത് എന്താ പറയണ്ടേ, എങ്ങനെ തിരിച്ച് റീപ്ലേസ് ചെയ്യണ്ടേന്നൊക്കെ. എനിവേ പുള്ളിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോത്സാഹനമായിട്ട് ഒരു ഹൈഫൈയും കൊടുത്തു. അതൊക്കെയാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഫുഡും ഒക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ ഇതേ അങ്ങോട്ട് വയ്ക്കേ ആ കൂട്ടത്തിൽ ജസ്റ്റ് നിൽപ്പുണ്ട്. ഐക്കലെ സ്റ്റാഫിൻ്റെ അതേ യൂണിഫോം അല്ലേ ജസ്റ്റ് മോന് വിട്ടേക്കുന്ന സെയിം യെല്ലോ ഡ്രസ്സ്. അവിടെ ഉണ്ടല്ലോ ഗ്രില്ല് ഫുഡുണ്ട്, അത് കണ്ടപ്പോൾ അവിടെ തങ്ങിയതാണേ. ഓഞ്ഞ മഞ്ഞ് ഇട്ടുകൊണ്ട് ഇറങ്ങരുതെന്ന്. ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഐക്യയിലെ സ്റ്റാഫ് ഏതാ നീ ഏതാ, നിന്നോട് ആൾക്കാർ വന്ന് ഓരോ സാധനത്തിൻ്റെ ഒക്കെ വില ചോദിക്കും കേട്ടോ. പിന്നെ സ്വന്തമായിട്ടൊരു വിലയില്ലാത്തത് കൊണ്ട് സാധനത്തിൻ്റെ വില പറയാൻ പറ്റും. സത്യം. ജസ്റ്റ് പാൻ്റ് ഏതാ ഇട്ടേക്കുന്നത്? ബ്ലൂ. എന്നാ ജസ്റ്റ് എന്നാടാ വലിയ സ്റ്റൈലില് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഓപ്പൺ ആക്കിയോ? അല്ല, ഞാനൊരാളോട് വെള്ളം എടുക്കാൻ പറഞ്ഞു, എടുത്ത വെള്ളം അത്. അപ്പോൾ കുറച്ചനോട് റീഫിൽ ചെയ്യുന്ന കോക്ക് എടുക്കാൻ പറഞ്ഞു, അവൻ റീഫിൽ ചെയ്ത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കളഞ്ഞു. ഇത് കേൾക്കുന്നുണ്ടോ?
ഇപ്പം ജസ്റ്റ് ഇരുന്ന് ചിരിച്ച എന്തിനാ അറിയാവോ? ഇത് കണ്ട് ഈ വാട്ടർ ഉണ്ടോ, ഇതൊരു സ്പാർക്ലിംഗ് വാട്ടറാണ്. ഞാനത് അറിഞ്ഞൊന്നുമില്ല, ഞാൻ വിചാരിച്ചത് നോർമൽ വാട്ടറാണ്. ജസ്റ്റ് അത് തന്നെ വിചാരിച്ചാന്ന് തോന്നുന്നു എടുത്തത്. ഞാനത് വലിയ വിചാരത്തിൽ അതൊന്ന് കുലുക്കി തുറന്നു തന്നെ അത് മുഴുവൻ തെറിച്ച് എൻ്റെ ദേഹത്തും അവിടെ എല്ലാം ആക്കി. വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വലിയ സ്റ്റൈലിൽ ഇരുന്നതാണ്. അതിൻ്റെ ചിരിയാണ് ജസ്റ്റ് ഈ കാണിച്ചത്. എനിവേ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഗ്രിൽഡ് ഫുഡ് കണ്ടപ്പോൾ ജസ്റ്റിക്ക് ഗ്രിൽഡ് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനും ഓർഡർ കൊടുത്തു. ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഡിന്നറായിട്ട് കഴിക്കാമെന്ന്, കാരണം ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടുത്തെ തീറ്റ കഴിഞ്ഞ് ഗ്രിൽഡ് ഫുഡ് പാഴ്സൽ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിക്ക് നമ്മുടെ ഫെരാരിയൊക്കെ കാണാൻ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് അധികം പോകാൻ കൊള്ളില്ലാത്തൊരു സ്ഥലമാണ് യാസ് കേട്ടോ. കാരണം അവിടെ യാസ് വാട്ടർ വേൾഡുണ്ട്, ഫെരാരി ഉണ്ട്, നമ്മുടെ വാർണർ ബ്രോസ് ഉണ്ട്, പിന്നെ സീ വേൾഡ് ഉണ്ട്. അങ്ങനെ അവിടെ ഇല്ലാത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോയൊന്നും പോരാ കേട്ടോ. ഇവിടെ എല്ലാം കയറി കറങ്ങി ഇറങ്ങണമെങ്കിൽ പിള്ളേരുടെ ഫേവറേറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ട്. ഇനി ജേഡും അവിടെ എല്ലാം പോയതുകൊണ്ട് പിന്നെ ഇമാതിരി കാര്യത്തിനൊന്നും ഇപ്പോൾ വാശി പിടിക്കുകയില്ല. പക്ഷെ എനിക്ക് ഒരാഗ്രഹം ഒന്നുകൂടെ ഈ വിൻ്റർ തീരുന്നതിന് മുമ്പ് നമ്മുടെ യാസ് വാട്ടർ വേൾഡിൽ പോകണമെന്നുണ്ട് കേട്ടോ. എയർപോർട്ടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാനും ജസ്റ്റും തമ്മിലുള്ള ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റോട് ചോദിച്ചാൽ അതെങ്ങനെ ജസ്റ്റ് ഫ്രണ്ടിൽ ഫ്ലൈറ്റ് വരുന്നതെന്ന്. അപ്പോൾ അത് പറഞ്ഞ് ഞാനും ജസ്റ്റും ചുമ്മാ വഴക്കുണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ നമ്മുടെ വീടുകളുടെ ഒക്കെ ഫ്രണ്ടിൽ ആനയെ കെട്ടുകയില്ലായിരുന്നു, ആനയുള്ള വീടാന്ന് കാണിക്കാൻ, അതുപോലെ ഫ്ലൈറ്റുള്ള എയർപോർട്ടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഇട്ടേക്കുന്നത്, അതൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു രസം, എന്തെങ്കിലുമൊക്കെ വേണ്ടല്ലേ ടൈം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡടിയും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് അബുദാബിക്കും നമ്മുടെ വീട്ടിലോട്ടും പോന്നു. ഇത് അബുദാബിയിലെ പഴയൊരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഞാൻ ഈ റോഡൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും, ലിറ്റിയുടെ വീഡിയോ കാണുമ്പോഴാണ് അബുദാബി ഞങ്ങൾ മിസ് ചെയ്യുന്നത്. അബുദാബിയിലെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അപ്പോൾ ശരി, പോയേച്ചും വരാം.